ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു നില ക്രിയേഷൻസ്. ചെമ്മീനും വള്ളിപ്പയറും കൂടി മെഴുക്ക് പുരട്ടിയത് കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ മെഴുക്ക് പുരട്ടിയെന്നാണ് ഇതിനേക്ക് പറയുന്നത്. അപ്പം അടുപ്പത്തൊരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ചൂടായ ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വള്ളിപ്പയറും സവാളയും കൂടെ ചേർത്ത് ചതച്ച പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാകത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി ചെറിയ തീയിൽ വെച്ച് പകുതി വേവിച്ചെടുക്കണം. പകുതി വെന്ത ശേഷം നമ്മുടെ ചെമ്മീനും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ചെമ്മീനിൽ നിന്ന് വെള്ളം അതിലോട്ട് ഇറങ്ങിക്കോളും. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയല്ല, ഞാൻ മുമ്പ് യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ്. പക്ഷേ അവരന്ന് ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് മസാലകൾ ആവശ്യമൊന്നുമില്ല. ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല സ്വാദുള്ളൊരു സംഭവമാണിത്. ഇത് മുന്നേ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. തലേ ദിവസം മീൻകറി ഉണ്ടാക്കിയ മൺചട്ടിയിലാണ് ഞാൻ ചോറിട്ട് കഴിക്കുന്നത്. ഇതുപോലെ മൺചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിത് ഒരു തവണയെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണേ. ചെമ്മീനിൻ്റെ മണം അടിച്ചപ്പോൾ എവിടെ നിന്നോ മിക്കി ഓടി വന്ന്. അങ്ങനെ ഇതാ ഞങ്ങളും കഴിക്കാനായിട്ടിരുന്ന്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല. ചിക്കൻ, മട്ടൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. മീനൊക്കെ കഴിക്കാറുണ്ട്, പച്ചക്കറിയൊക്കെ കഴിക്കാറുണ്ട്. ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം മോശമാവാറില്ല, നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.